ആഭ്യന്തരമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 6 അന്തർവാഹിനികൾ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 50,000 കോടി രൂപ ഇതിനായി മാറ്റിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാവും അന്തർവാഹിനികൾ നിർമ്മിക്കുക. ഇസ്രായേലിൽ നിന്ന് 8,356 മിസൈലുകൾ വാങ്ങാനും തീരുമാനമായി. ഇതിന് 3,200 കോടി രൂപ മുതൽ മുടക്കും. നൂതന സാങ്കേതികവിദ്യയുള്ള 12 നിരീക്ഷണ വിമാനങ്ങൾ വാങ്ങാനും അനുമതി നൽകിയിട്ടുണ്ട്. 1,850 കോടി രൂപയാണ് ചിലവ് വരിക. പശ്ചിമ ബംഗാളിലെ മേദക് ഫാക്ടറിയിൽ നിന്ന് സൈന്യത്തിന് 362 യുദ്ധവാഹനങ്ങൾ വാങ്ങും. 662 കോടി രൂപ ചിലവ് വരും ഇതിന്. അന്തർവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്നതിന് പൊതു സ്വകാര്യ കപ്പൽശാലകൾ പരിഗണിക്കുന്നുണ്ട്. ഇത് പഠിക്കുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പിന് കീഴിൽ കമ്മിറ്റിയെ നിയമിച്ചു. നിലവിൽ നാവികസേനയ്ക്ക് 13 യന്ത്രവാഹിനികളുണ്ട്. 1999 നിർമ്മിച്ച ഇവയുടെ കാലാവധി 2030 അവസാനിക്കുക. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് 6 അന്തർവാഹിനികൾ നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നു. ആദ്യത്തേത് 2016 പുറത്തിറങ്ങുക. കര, നാവിക, വ്യോമസേനാ മേധാവികൾ, പ്രതിരോധ സെക്രട്ടറി, DRDO തലവൻ, മറ്റ് മുതിർന്ന വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവരും ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ഡൽഹി.